അമേരിക്കയുടെ അന്ത്യശാസ്ത്രത്തിൽ ഭയന്ന ഹമാസ് 3 ബന്ദികളെ ശനിയാഴ്ച ഉച്ചയോടുകൂടി തന്നെ ഹമാസ് മോചിപ്പിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ ബന്ദിമോചനം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ഹമാസ് നൽകിയതെങ്കിൽ ശനിയാഴ്ച ഉച്ചയോടുകൂടി ബന്ദിമോചനം സാധ്യമായില്ലെങ്കിൽ ഹമാസിനെതിരെ അതിശക്തമായ നടപടികളുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ബന്ദിമോചനം തുടരുമെന്നുള്ള പ്രഖ്യാപനം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരെയുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. ശനിയാഴ്ച ഹമാസിനെ സംബന്ധിച്ച് നിർണായകമാണ്. ശനിയാഴ്ച ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമാണ് ഉടലെടുക്കുന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പുതിയൊരു യുദ്ധമുഖം തുറക്കുന്നതിന് മുൻപായി തന്നെ ഹമാസ് ശനിയാഴ്ച ഉച്ചയോടുകൂടി 3 ബന്ദികളെ റിലീസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സാഷ ട്രുഫനോവ്, ലെയർഹോൺ, സഗുയ് ദെക്കൽചെൻ തുടങ്ങിയ 3 ബന്ദികളെയാണ് ശനിയാഴ്ച ഉച്ചയോടുകൂടി ഹമാസ് മോചിപ്പിച്ചത്. ഈ 3 സുരക്ഷിതമായി ഇസ്രായേൽ സേനയുടെ പക്കലെത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവരെ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഖാൻ യൂണിസിന് സമീപമുള്ള ഒരു പ്രദേശത്ത് വച്ചാണ് റെഡ് ക്രോസിന് ഈ ബന്ദികളെ ഹമാസ് കൈമാറിയത്. ഇവർ ആരോഗ്യപരമായി ക്ഷീണിതരാണ് എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. നേരത്തെ ബന്ദികൾ നൽകിയ വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ അതിക്രൂരമായ പീഡനമാണ് ഈ ബന്ദികൾക്ക് ഹമാസിൻ്റെ പക്കൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ളവരെ നിരന്തരമായി പീഡിപ്പിച്ചു. കൗമാരക്കാരികളെ പലതവണ ബലാത്സംഗത്തിന് വിധേയമാക്കി. ഇരുട്ടുമുറികളിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം അവരെ പാർപ്പിച്ചു. വെള്ളവും ഭക്ഷണവും നൽകിയില്ല. മറ്റ് യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത ചെറിയ ലയങ്ങളിലാണ് ബന്ദികളിൽ പലരെയും പാർപ്പിച്ചിരുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിക്രൂരമായ പീഡനമാണ് ബന്ദികൾക്ക് ഈ ഹമാസിൻ്റെ ഭീകരവാദികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബന്ദിമോചനം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശനിയാഴ്ചത്തെ ബന്ദിമോചനം സാധ്യമാകില്ല എന്നുള്ള സൂചന തന്നെയാണ് നേരത്തെ ഹമാസ് നൽകിയത്. എന്നാൽ അതിന് പിന്നാലെ ഇടപെടലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മുൻപ് ബന്ദിമോചനം സാധ്യമായില്ലെങ്കിൽ ഹമാസിന് നേരെ യുദ്ധം നടത്തുന്നത് അമേരിക്ക ആകുമെന്ന മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെയും സംബന്ധിച്ച് ഹമാസ് നടത്തിയ ഇടപെടൽ അവരാഗ്രഹിച്ചത് തന്നെയാണ്. കാരണം ഈ ബന്ദിമോചനവും വെടിനിർത്തൽ കരാറും ഒരിക്കലും ഇസ്രായേലോ അമേരിക്കയോ ആഗ്രഹിച്ചതായിരുന്നില്ല. അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ബന്ദിമോചനത്തിനുള്ളൊരു തീരുമാനവും ഒരു അവസരവും അമേരിക്കയും ഇസ്രായേലും ഒരുക്കി നൽകുകയായിരുന്നു. അതേസമയം ഹമാസ് ആകട്ടെ ഈ ബന്ദികളെ വിട്ടയച്ചാൽ തങ്ങളുടെ പക്കലുള്ള ഈ സമ്മർദ്ദതന്ത്രം അവസാനിക്കുമെന്നുള്ള ഒരു ഭീതിയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുത്തുന്നു എന്ന പേരിൽ ഈ ബന്ദിമോചന കരാറിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെ ഗാസയിലെ ഹമാസിനെതിരെ അതിരൂക്ഷമായ യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തു. അതിനുള്ള പിന്തുണ അമേരിക്ക നൽകുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ വീണ്ടും ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് അമേരിക്കയുടെ മുന്നറിയിപ്പിൽ ഭയന്നുകൊണ്ട് ബന്ദികളെ മോചിപ്പിക്കാമെന്നുള്ള നിലപാടിലേക്ക് ഹമാസ് വീണ്ടും എത്തിച്ചേർന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ശനിയാഴ്ച ഉച്ചയോടുകൂടി 3 ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നു. ഖാൻ യൂണിസ് പ്രദേശത്താണ് റെഡ് ക്രോസിൻ്റെ വാഹനത്തിലേക്ക് ഈ ബന്ദികളെ ഹമാസ് വിട്ടയച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.